അപ്പൊ ഇന്നൊരു സൺഡേ വ്ലോഗ് ആയാലോ? സൺഡേ ആയിട്ട് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാം എന്നൊക്കെ കരുതി ഞാൻ എണീറ്റത്. പക്ഷേ എണീറ്റപ്പോഴത്തേക്കിന് 11:30 അപ്പോൾ ഒന്നും കഴിക്കാനില്ല. നേരെ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ സംഭാരമുണ്ടല്ലോ, എനിക്ക് സംഭാരം ഭയങ്കര ഇഷ്ടമാണ്, അത് കുടിച്ചു. അതിനുശേഷം ഞാൻ തൊട്ട് പുറകെ നമ്മുടെ ഹോർലിക്സ് ഇട്ട് ചോക്ലേറ്റിൻ്റെ ഹോർലിക്സും അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഗാർലിക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്, മാഗിയുടെ. അതും അത് കഴിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ എൻ്റെ വാ നന്നായിട്ട് പൊള്ളി. കാരണം തിളച്ച ആ ഒരു രീതിയിൽ ഞാൻ പാത്രത്തിൽ എടുത്തിട്ട് കഴിച്ചതാട്ടോ. നല്ല ചൂടായത്, എൻ്റെ വാ പൊള്ളി. പക്ഷേ ഇത് കാണിക്കുന്നില്ല, അതാണ് എൻ്റെ ഒരു കഴിവ്. ഇത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ കരുതലേ നടത്തുള്ളൂ. ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റപ്പോഴത്തേനും ഒരു 5 മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബാ നമുക്കൊന്ന് ഫോട്ടോ വെച്ച് വരെ ഒന്ന് പോകാം. അങ്ങനെ അവിടുന്ന് ഊബറും വിളിച്ച് ഞാൻ കടവന്ത്രയിൽ പോയി. അവിടുന്ന് അടുത്ത ഊബറും വിളിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടൂടെ നമ്മുടെ ബോട്ടിയെട്ടി പോയി. അവിടുന്ന് ബോട്ടിനാണേ പോയത്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ബൊട്ടീക്ക് ഉണ്ട്, ലൂമ എന്നാണ് എൻ്റെ പേര്. നല്ല കളക്ഷൻ ആട്ടോ. അവിടെ അങ്ങോട്ടേക്കാണ് പോയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഒരു 6-6:30 ആയിരുന്നു ഏകദേശം. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് കഴിച്ചത് ആകെ ആ ഒരു ഹോർലിക്സും സംഭാരവും പിന്നെ ആ നൂഡിൽസും മാത്രമാണ്. പിന്നെ അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കിനും കുറച്ച് പേരക്കയും കട്ട്ലേറ്റും അതുകൊണ്ടൊക്കെ ഓറഞ്ചും ഒക്കെ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷവർമയും കഴിച്ചു. സത്യം പറഞ്ഞാൽ ആ ഒരു വോൾ ഡേ ഞാൻ എത്ര സാധനം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രി 12 മണി അടുക്കാറായി. അപ്പോൾ അത്രയും ഒരു സൺഡേ.